ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഉഷാരനന്ദന്. ഈ വർഷം ക്രിസ്മസ് എക്സാമിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1, ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് പേപ്പറായിരുന്നു. എല്ലാവരും നന്നായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കോൺസെപ്റ്റ് നന്നായി ക്ലിയർ ആണെങ്കിൽ ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചൊന്ന് കുഴപ്പിക്കുന്ന ചോദ്യങ്ങളായിരുന്നു അല്ലേ. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ നന്നായി പ്രാക്ടീസ് ചെയ്ത് നല്ല കോൺസെപ്റ്റ് ഉണ്ടാക്കുക. ബിക്കോസ് കോൺസെപ്റ്റ് ഇല്ലെങ്കിൽ ഏത് ട്വിസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞാലും നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ ആവും. നമുക്ക് ഈ പേപ്പർ ടഫാണെന്ന് തോന്നും. ടഫാണെന്ന് തോന്നാതിരിക്കാൻ നമ്മൾ എന്തായാലും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ 2 ചോദ്യങ്ങളാണ് ആ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ നമ്പർ 1 ക്വസ്റ്റ്യൻ നമ്പർ 2. നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇങ്ങനെയാണ്: Let R be a relation defined on A is equal to set 1, 2, 3 by relation തന്നിട്ടുണ്ട്. ഇതിന്റെ കോർഡിനേറ്റ്സ് ഒക്കെ 1, 1, 2, 2, 3, 3, 1, 3 then R is dash. അപ്പോൾ നമുക്കറിയാം 3 കണ്ടീഷൻസ് അല്ല റിലേഷൻ. അപ്പോൾ ഇവിടെ തന്നിട്ട് റിഫ്ലെക്സീവ് ആണോ, ട്രാൻസിറ്റീവ് മാത്രമാണോ, റിഫ്ലെക്സീവ് ആൻഡ് ബട്ട് നോട്ട് ട്രാൻസിറ്റീവ് ആണോ, റിഫ്ലെക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ് ആണോ. അപ്പോൾ നമുക്ക് 3 കണ്ടീഷനാണ് നമ്മൾ ഈ ഒരു റിലേഷനിൽ പഠിക്കുന്നത് അല്ലേ. ഏതൊക്കെയാണ്? റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. അപ്പോൾ റിഫ്ലെക്സീവ് ആവാൻ എന്താണ് കണ്ടീഷൻ? ഇഫ് എ ബിലോങ്സ് ടു ആർ അല്ലേ, ഒരേ ഇമേജ് തന്നെ ആ റിലേഷൻ ഉണ്ടെങ്കിൽ അത് ഒരു റിഫ്ലെക്സീവ് റിലേഷൻ ആണ്. അപ്പൊ ഇവിടെ ഒരേ ഇമേജ് നമുക്ക് കാണാനുണ്ട് അല്ലേ, 1, 1, 2, 2, 3, 3. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ഇതെന്താണ് എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് ആണ്. റിഫ്ലെക്സീവ് നമുക്ക് ടിക്കിടാം. റിഫ്ലെക്സീവ് നമുക്ക് ആണെന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്? സിമെട്രിക്. സിമെട്രിക്കിന്റെ കണ്ടീഷൻ എന്തായിരുന്നു? എ ബി എന്ന് ബിലോങ്സ് ടു റിലേഷൻ ആണെങ്കിൽ അത് എന്തുണ്ടായിരിക്കണം? അതിന്റെ മിറർ ഇമേജ് ബി എ ഷുഡ് ഓൾസോ ബിലോങ്സ് ടു ദാറ്റ് റിലേഷൻ അല്ലേ. അപ്പോ എ ബിന്റെ മിറർ ഇമേജ് കൂടി അതിൽ ഉണ്ടെങ്കിലേ അത് സിമെട്രിക് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ പിന്നെ നമുക്ക് സെയിം ആയതുകൊണ്ട് മിറർ ഇമേജ് എടുക്കാൻ പറ്റില്ല. സോ 1, 3ന്റെ നമുക്ക് മിറർ ഇമേജ് എടുത്ത് നോക്കാം. 1, 3ന്റെ മിറർ ഇമേജ് എന്താണ്? 3, 1 ആണ്. ആൻഡ് 3, 1 is not belongs to this relation അല്ലേ. ഇതിൽ ഇല്ല, ആ ഒരു 3, 1 വന്ന കോർഡിനേറ്റ് ഇല്ല. സോ എന്താവില്ല? അതൊരു സിമെട്രിക് ആവില്ല അല്ലേ. സിമെട്രിക് റിലേഷൻ നമുക്ക് അവിടെ കിട്ടില്ല. ഇനി ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവ് ആണെങ്കിൽ ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ എന്തായിരുന്നു? എ ബി ബിലോങ്സ് ടു ആർ ആണ്, അതേപോലെ തന്നെ ബി സിയും ബിലോങ്സ് ടു ആർ ആണെങ്കിൽ എന്തുണ്ടായിരിക്കണം? ഇംപ്ലൈസ് കോമൺ ആയിട്ടുള്ള ബി അല്ലാതെ എ സി എന്തായിരിക്കണം? ബിലോങ്സ് ടു ആർ ആണ്. ഇങ്ങനൊരു റിലേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം അതൊരു ട്രാൻസിറ്റീവ് ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഇവിടെ എടുക്കാൻ വേറെ ഏതെങ്കിലും കോർഡിനേറ്റ് ഉണ്ടോ എന്ന് നോക്കിയോ. അപ്പൊ ഇവിടെ കോമൺ ആയിട്ട് 1, 1 ഉണ്ട് അല്ലെ. 1, 1 ബിലോങ്സ് ടു ആർ ആണ്. അതേപോലെ തന്നെ 1, 3 ബിലോങ്സ് ടു ആർ ആണ്. 1 കോമൺ പോയി കഴിഞ്ഞാൽ 1, 3 ബിലോങ്സ് ടു ആർ. അപ്പൊ ഉണ്ട് അല്ലെ. ഈ 1, 3 എന്ന് പറയുന്നത് ഈ കോർഡിനേറ്റ് ഈ ഒരു റിലേഷനിലുണ്ട്. സോ എന്താണ്? ഇത് ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് സിമെട്രിക് കിട്ടിയില്ല, റിഫ്ലെക്സീവ് കിട്ടി, ട്രാൻസിറ്റീവ് കിട്ടി. അപ്പൊ ഏത് ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ആൻസർ? ഡി അല്ല, റിഫ്ലെക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് മേക്ക് ദ റിലേഷൻ ആർ ഈക്വിവാലൻസ് ബൈ ആഡിങ് മിനിമം നമ്പർ ഓഫ് ഓർഡേർഡ് പെയർ. അപ്പോ ഇത് ഈക്വലൻസ് റിലേഷൻ അല്ല. ബിക്കോസ് ഈക്വലൻസ് റിലേഷൻ ആവണമെന്നുണ്ടെങ്കിൽ 3 കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആവണം. ഏതൊക്കെ കണ്ടീഷൻ? റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. പക്ഷെ ഇവിടെ ഒരു കണ്ടീഷൻ നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ല. സോ അതെന്തല്ല? ഈക്വലൻസ് റിലേഷൻ അല്ല. അപ്പോ അതിനെ സാറ്റിസ്ഫൈഡ് ആക്കിയിട്ട് ഈക്വലൻസ് റിലേഷൻ ആവണമെങ്കിൽ ഒരു മിനിമം ഏതെങ്കിലും നമുക്ക് 1, 2 എന്ത് ആഡ് ചെയ്യണം? ഓർഡേർഡ് പെയർ ആഡ് ചെയ്യണം. അപ്പോൾ സിമെട്രിക് നമുക്ക് ഓർഡേർഡ് പെയർ, ഈ സിമെട്രിക്കിനെ നമുക്ക് സിമെട്രിക് ആക്കി മാറ്റി, ഇത് സിമെട്രിക് അല്ല, സിമെട്രിക് ആക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിന് ഈക്വലൻസ് റിലേഷൻ ആണ് പറയാം. അപ്പോൾ സിമെട്രിക് ആവാൻ ഇവിടെ എന്തും കൂടി ആഡ് ചെയ്താൽ മതി. 1, 3 ഉണ്ട്, അതിന്റെ മിറർ ഇമേജ് എന്താണ്? 3, 1 ആണ്. ഇപ്പൊ എന്തുണ്ടായി? ഈ ഒരു റിലേഷൻ മൊത്തം നമുക്ക് റിഫ്ലെക്സീവ് കിട്ടി, സിമെട്രിക് കിട്ടി, ട്രാൻസിറ്റീവ് കിട്ടി. ഓക്കെ. അപ്പോൾ എന്താണ് അവിടെ നമുക്ക് ആഡ് ചെയ്യേണ്ടത്? സെക്കൻഡിന്റെ ആൻസർ എന്ത് വരും? വാട്ട് ഈസ് ഷുഡ് ബി ആഡഡ്? 3, 1 ഷുഡ് ബി ആഡഡ്. 3, 1 ഷുഡ് ബി ആഡഡ്. അപ്പോൾ 3, 1 നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിലേഷൻ എന്തായി? ഈക്വലൻസ് റിലേഷൻ ആയി. ഇനി അടുത്ത ചോദ്യം പറയുന്നത് റൈറ്റ് ദ ഈക്വലൻസ് ക്ലാസ് 1. 1 ക്ലാസിന്റെ ഈക്വലൻസ് റിലേഷൻ പറയുകയാണെങ്കിൽ 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന
കോർഡിനേറ്റ് ആകെ രണ്ടെണ്ണേ ഉള്ളൂ. 1 1 ഉണ്ട്, പിന്നെ ഏതാണ് 1 3 ഉണ്ട് അല്ലേ. അപ്പോ 1 1 1 3 പറഞ്ഞ 1ന്റെ അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോ 1 നമ്മൾ കോമൺ ആയിട്ട് ഇപ്പൊ ഇതിൽ ഏത് രണ്ട് കോർഡിനേറ്റ് നമുക്ക് എടുക്കുക, 1 എടുക്കുക 3 എടുക്കുക അല്ലെ. 1 പിന്നെ ഓൾറെഡി റിപ്പീറ്റ് ചെയ്യുന്നത് ഒന്നും കൂടി എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ 1 3 ആണ് അതിന്റെ ഈക്വലൻസ് ക്ലാസ്, 1ന്റെ ഈക്വലൻസ് ക്ലാസ്. ഇനി രണ്ടാമത്തെ ചോദ്യം, സൈൻ ഇൻവേഴ്സ് എക്സ് നെഗറ്റീവ് ക്ലോസ് ഇന്റർവൽ നെഗറ്റീവ് 1 to 1 to a ക്ലോസ് ഇന്റർവൽ നെഗറ്റീവ് 1 to 1 തന്നിട്ടുണ്ട്. ഇവിടെ പറയുന്നത് അത് ടെൻസ് ടു a ആണ്. റൈറ്റ് an example of a other than principal value branch. ഇതിന്റെ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ അല്ലാതെ അതിന്റെ ഇടയിൽ വരുന്ന വാല്യൂസ് എഴുതാനാണ് പറയുന്നത്. എക്സാമ്പിൾ ഇതിൽ a ഉണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഒരു പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കും. ഇതിന്റെ പ്രിൻസിപ്പൽ വാല്യൂ പറഞ്ഞാൽ എന്താണ്, നെഗറ്റീവ് π/2 to π/2 ആവും. ഇവിടെ നമുക്ക് ക്ലോസ് ഇന്റർവൽ നെഗറ്റീവ് 1 to 1 ആണ്. ഇതിന്റെ ഇടയിൽ ഏതാ നമ്പർ ഉണ്ടാവുക, 0 ആയിരിക്കും അല്ലെ. ഫ്രാക്ഷൻസ് നമ്മൾ എന്തായാലും കൊടുക്കില്ല. അപ്പൊ 0 0യിൽ നമുക്ക് പ്രിൻസിപ്പൽ വാല്യൂ എന്ത് കിട്ടി, നെഗറ്റീവ് π/2 to π/2 കിട്ടി. ഇനി ഇതല്ലാതെ പ്രിൻസിപ്പൽ വാല്യൂ അല്ലാതെ നമുക്ക് ഏതൊക്കെ വാല്യൂ ഇവിടെ കൊടുക്കാൻ പറ്റും എന്നാണ് ചോദ്യം. അപ്പോ എക്ക് ഒരു എക്സാമ്പിൾ കൊടുക്കുക, 1 2 3 എക്സാമ്പിൾ ഒക്കെ നമുക്ക് ഇവിടെ കിട്ടും. എന്തൊക്കെ കൊടുക്കാം, π/2 കൊടുക്കാം അല്ലെ, 0 അല്ലേ. പിന്നെ 3π/2 കൊടുക്കാം, കിട്ടുമല്ലോ. പിന്നെ വേറെ ഏതൊക്കെ എക്സാമ്പിൾസ് നമുക്ക് കൊടുക്കാം, 3π/2 കൊടുക്കാം, കൊടുത്തൂടെ 0 കിട്ടും. 5π/2 കൊടുക്കാം. ഇനി നമുക്ക് കൊടുക്കാം നെഗറ്റീവ് വാല്യൂസ് നമുക്ക് കൊടുക്കാം. അപ്പൊ ഇതില് റൈറ്റ് ആൻ എക്സാമ്പിൾ ഒരു മാർക്കിന്റെ ചോദ്യമാണ്. ഒരൊറ്റ എണ്ണം എന്ത് ചെയ്താൽ ഒരു എക്സാമ്പിൾ മാത്രം നമ്മൾ അവിടെ സ്പെസിഫൈ ചെയ്താൽ മതി. ഇനി അതിൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, സിംപ്ലിഫൈ ടാൻ ഇൻവേഴ്സ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് സൈൻ എക്സ് പ്രൊവൈഡഡ് നെഗറ്റീവ് π/2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3π/2. ഇനി ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ ടാൻ ഇൻവേഴ്സ് ഇതിന്റെ വാല്യൂ സിംപ്ലിഫൈ ചെയ്യണം നമ്മൾ വേണ്ടത് അല്ലേ. അപ്പൊ സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് അതിനെ ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് കിട്ടണമെങ്കിൽ ഈ ഒരു ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ടേംസ് ഉണ്ടല്ലോ അത് ടാൻ ആയി മാറണം. എന്നാലാണ് നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, എക്സ് വാല്യൂ കിട്ടും അല്ലെ. അപ്പൊ അതേപോലെ തന്നെ പുറത്ത് ഇവിടെ ടാൻ ഇൻവേഴ്സ് ആണ്. സോ ഇൻസൈഡ് നമുക്ക് എന്ത് കിട്ടണം, ടാൻ കിട്ടണം. അപ്പൊ ആ ടാൻ കിട്ടാൻ എന്താണ് വഴി എന്ന് നോക്കുക. +1 ട്രിഗോണോമെട്രിക് ഫംഗ്ഷൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മൾ ഒരുപാട് റിസൾട്ട്സ് പഠിച്ചിട്ടുണ്ട്. ആ റിസൾട്ട് ഒക്കെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, റീകോൾ ചെയ്തെടുക്കണം. കോസ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, കോസ് 2x റിസൾട്ട് നമുക്കറിയാം അല്ലെ. കോസ് 2x റിസൾട്ട് എന്താണ്, കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. അത് നമ്മൾ പഠിച്ചു. അപ്പൊ അതേപോലെ തന്നെ കോസ് എക്സ് ആണെങ്കിൽ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് ഇത് നമ്മൾ പഠിച്ചു. ഇനി അതേപോലെ തന്നെ അപ്പൊ അങ്ങനെയാണെങ്കിൽ കോസ് എക്സ് ഇവിടെ നോക്കൂ 2x 2 ആംഗിൾ ആവുമ്പോൾ നമ്മൾ ഇവിടെ ഹാഫ് ആംഗിൾ ആയിട്ട് സ്ക്വയർ ചെയ്തിട്ട് എടുത്തു. അപ്പൊ ഇവിടെ ഒരു ആംഗിൾ ആണ്. അപ്പൊ കോസ് എക്സിന് നമ്മൾ എന്ത് എടുക്കും, ഹാഫ് ആംഗിൾ എടുക്കുമല്ലോ. കോസ് സ്ക്വയർ x/2 മൈനസ് സൈൻ സ്ക്വയർ x/2 അല്ലെ. ഇവിടെ 2 ആംഗിൾ ആവുമ്പോൾ 2x ആവുമ്പോൾ നമ്മൾ ഇവിടെ 1x എടുത്തു. സോ ഇവിടെ 1x ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ഹാഫ് x എടുത്തു. അപ്പൊ അത് അവിടെ അങ്ങനെ നമുക്ക് കൊടുക്കാം. പിന്നെ അതേ രീതിയിൽ അതിന് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഡിനോമിനേറ്റർ കൊടുക്കണം. അപ്പൊ 1ന് നമുക്ക് എങ്ങനെ എഴുതാം, നമുക്കറിയാം കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് 1 ആണ് അല്ലെ. അപ്പൊ ആ ഒരു ടേം നമുക്ക് ഇവിടെ 1ന് കൊടുക്കാം. പിന്നെ സൈൻ എക്സ് നമ്മൾ വേറൊരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചിരിക്കുന്നത്, സൈൻ 2x ഈസ് ഈക്വൽ ടു 2 സൈൻ എക്സ് കോസ് എക്സ് എന്ന് പഠിച്ചു അല്ലെ. അവിടെ എന്താണ് 2 ആംഗിൾ ആണ് കണ്ടോ, 2x ആണ്. അപ്പൊ അത് സൈൻ എക്സ് വരുമ്പോ എന്തായി, എന്ത് മാറ്റായിരിക്കും അവിടെ വരുന്നുണ്ടാവുക. ഇവിടെ 2x ആവുമ്പോ ഇവിടെ 1x, ഇവിടെ 1x ആവുമ്പോ ഹാഫ് എക്സ് കോസ് x/2. ഈ ഒരു റിസൾട്ട് നമ്മൾ എവിടെ അപ്ലൈ ചെയ്യും, ഇവിടെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നോക്കും ഇതിനെ ടാൻ ആക്കാൻ പറ്റുമോ എന്ന് നോക്കും. ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ആകുമ്പോൾ കുറച്ചും കൂടി നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് നമുക്ക് കറക്കുക അല്ലെ. ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ നമുക്ക് ഇതിലൊന്ന് കൊടുത്തു നോക്കാം. അപ്പൊ ആ ഒരു റിസൾട്ട് ഇവിടെ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, ടാൻ ഇൻവേഴ്സ് ഇവിടെ കോസ് സ്ക്വയർ x/2 മൈനസ് സൈൻ സ്ക്വയർ x/2 ഹോൾ ഡിവൈഡഡ് ബൈ 1ന് ഞാൻ വാല്യൂ കൊടുക്കാൻ പോവാണ് കോസ് സ്ക്വയർ x പ്ലസ് സൈൻ സ്ക്വയർ എക്സ്. ഇനി ഇവിടെ മൈനസ് 2
സൈൻ സ്ക്വയർ ഇവിടെ സ്ഥലം പുറത്ത് എഴുതുന്നത് സൈൻ സ്ക്വയർ സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2 അല്ലേ. നമ്മുടെ ആ റിസൾട്ട് അവിടെ ഒന്ന് അപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി മുകളിൽ ന്യൂമറേറ്റർ ഒന്ന് നോക്കി നോക്കൂ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന്റെ ഫോം ആണല്ലോ അല്ലെ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഒക്കെ നമ്മൾ 8th-ലും 7th-ലും ഒക്കെ പഠിക്കുന്നതാണ്. അതിന്റെ ഫോർമുല ഞാൻ ഇവിടെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഫോർമുല അല്ല, ഐഡന്റിറ്റി ടാൻ ഇൻവേഴ്സ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. എ മൈനസ് ബി എ പ്ലസ് ബി ആണ്. അപ്പൊ അതിലൂടെ അപ്ലൈ ചെയ്യും. കോസ് എക്സ് ബൈ 2 മൈനസ് സൈൻ എക്സ് ബൈ 2 അതേപോലെ തന്നെ കോസ് എക്സ് ബൈ 2 പ്ലസ് സൈൻ എക്സ് ബൈ 2 ഹോൾ ഡിവൈഡഡ് ബൈ. ഇനി ഇവിടെ നോക്കി നോക്കൂ, നമ്മൾ എന്തിന്റെ എക്സ്പാൻഷൻ ആണ്? എ മൈനസ് ബി ഹോൾ സ്ക്വയറിന്റെ ആണോ? നമുക്കറിയാം അല്ലെ, എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്താണ്? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പൊ അതേപോലെ ഇത് നോക്കി നോക്കൂ. അപ്പൊ എനിക്ക് ഇതിനെ ഇങ്ങനെ എഴുതാൻ പറ്റുമോ? കോസ് എക്സ് ബൈ 2 മൈനസ് സൈൻ എക്സ് ബൈ 2 ഹോൾ സ്ക്വയർ. ഇതിന്റെ എക്സ്പാൻഷൻ ആണ് ഇവിടെ മൂന്ന് തന്നിരിക്കുന്നത് അല്ലെ, ഡിനോമിനേറ്റർ. അപ്പൊ നമ്മൾ ഇതിനെ ഇങ്ങനെ എഴുതി. ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നോക്കി നോക്കൂ, ഇവിടെ കോസ് എക്സ് ബൈ 2 മൈനസ് സൈൻ എക്സ് ബൈ 2 ഹോൾ സ്ക്വയർ ആണ്. മുകളിൽ ഒരെണ്ണം ഉണ്ട് ഇല്ലേ? അപ്പോ അതില് ഒരെണ്ണം, അതേപോലെ തന്നെ ഇവിടെ സ്ക്വയറിന്റെ ഒരെണ്ണം ഇനി കട്ട് ചെയ്തെടുക്കാലോ. അപ്പൊ ഇനി ബാക്കി കിട്ടിയത് നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? ബ്രാക്കറ്റിൽ എഴുതും. എന്താണ് ഇവിടെ ബാക്കിയുള്ളത്? കോസ് എക്സ് ബൈ 2 പ്ലസ് സൈൻ എക്സ് ബൈ 2 ഹോൾ ഡിവൈഡഡ് ബൈ കോസ് എക്സ് ബൈ 2 മൈനസ് സൈൻ എക്സ് ബൈ 2. കിട്ടിയോ? ടാൻ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആലോചിക്കും ഇനി ഇതിനെ ടാൻ ആക്കാൻ എന്താണ് ഒരു വഴി. അപ്പൊ ടാൻ ആക്കണമെങ്കിൽ ഒന്ന് നോക്കി നോക്കൂ. ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്ത് ചെയ്യണം? ഡിവൈഡ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഡിവൈഡ് ബൈ കോസ് എക്സ് ബൈ 2. എന്താ ചെയ്യാ? നമ്മൾ കോസ് എക്സ് ബൈ 2 കൊണ്ട് മുകളിൽ താഴെ എന്ത് ചെയ്യും? ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കും. അപ്പൊ ഡിവൈഡ് ചെയ്തെടുക്കുമ്പോൾ കോസ് എക്സ് ബൈ 2 ഡിവൈഡ് ബൈ കോസ് എക്സ് ബൈ 2 എന്തായി മാറും? 1 ആവും. സൈൻ എക്സ് ബൈ 2 ബൈ കോസ് എക്സ് ബൈ 2 എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് ബൈ 2 ആവും. അതേപോലെ അപ്പൊ നമുക്ക് എക്സ്പാൻഡ് ചെയ്തിട്ട് കിട്ടുക എന്താണ്? ടാൻ ഇൻവേഴ്സ് 1 പ്ലസ് ടാൻ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ബൈ 2. ഇങ്ങനെ ആയി ചുരുക്കും. കാരണം എന്താണ്? ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ കോസ് എക്സ് ബൈ 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇങ്ങനെ കിട്ടി. ഇപ്പോഴും നമുക്ക് ടാൻ ആയിട്ട് കിട്ടിയിട്ടില്ല അല്ലെ. ഇനി നമുക്കറിയാം അല്ലെ, ടാൻ പൈ ബൈ 4 പ്ലസ് തീറ്റ. ടാൻ പൈ ബൈ 4 പ്ലസ് തീറ്റ എന്തായിരുന്നു എന്ന് വെച്ചാൽ ടാൻ എ പ്ലസ് ബിയുടെ നമ്മളൊരു ഫോം പഠിച്ചിട്ടുണ്ട്. അപ്പൊ ടാൻ എ പ്ലസ് ബി എന്തായിരുന്നു? അതേ. അപ്പൊ അവിടെ എന്റെ പകരം പൈ ബൈ 4ഉം ബിന്റെ പകരം എന്താണ്? തീറ്റയും കൊടുത്താൽ ടാൻ പൈ ബൈ 4 പ്ലസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ പൈ ബൈ 4 ഇൻറ്റു ടാൻ തീറ്റ. ഇവിടെ എന്ത് കിട്ടും? 1 പ്ലസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ തീറ്റ അല്ലെ. അപ്പൊ ഈ ഒരു റിസൾട്ട് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? അവിടെ തീറ്റ ഒന്നുമല്ല, ഇവിടെ എക്സ് ബൈ 2 ആണ്. അപ്പോ ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ? ടാൻ പൈ ബൈ 4 പ്ലസ് എക്സ് ബൈ 2. അവിടെ ഏതെല്ലോടത്ത് പൈ ബൈ 4 എന്നുള്ളടത്ത് ഇവിടെ എന്താണ്? 1 കിട്ടിയത്. ഇവിടെ നോക്കി നോക്കൂ, 1 എങ്ങനെ കിട്ടിയത്? ടാൻ പൈ ബൈ 4 പ്ലസ് ടാൻ തീറ്റ. ഈ ഒരു റിസൾട്ട് യൂസ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ ടാൻ പൈ ബൈ 4 പ്ലസ് തീറ്റ കൊടുക്കുമ്പോഴാണ് ഇവിടെ കിട്ടുന്നത്. പക്ഷെ ഇവിടെ തീറ്റയുടെ പകരം എന്താണെങ്കിൽ എക്സ് ബൈ 2 ആണ് അല്ലെ. ആ റിസൾട്ട് നമ്മളിവിടെ യൂസ് ചെയ്തു. ഇപ്പൊ നമുക്ക് ടാനിക്ക് കൺവേർട്ട് ആയി കഴിഞ്ഞു. ടാൻ ഇൻവേഴ്സ് ടാൻ കട്ട് ചെയ്തു. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുക പൈ ബൈ 4 പ്ലസ് എക്സ് ബൈ 2. ഇതാണ് ആൻസർ. ഓക്കെ, അപ്പോ മനസ്സിലായല്ലോ. നല്ലോണം പ്രാക്ടീസ് ചെയ്യണം. ഇതേപോലത്തെ കണക്കൊക്കെ ചെയ്ത് പഠിക്കാം. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 2 ക്വസ്റ്റ്യനെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചോദിക്കാവുന്നതാണ്. താങ്ക് യു.